അല്ല, വീണ ജോർജിന് സംഭവിച്ച അപകടം അഥവാ അവർക്ക് നേരെ നടന്ന പൈശാചികമായ KSUക്കാരുടെ വധശ്രമം, ആക്രമണമല്ല വധശ്രമം, അത് എത്ര ഗുരുതരമായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സംഭവിച്ച ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതം, ക്ഷതം എത്ര ഭയാനകമായിരുന്നു. കേരളത്തിലെ 3.5 കോടി ആളുകൾക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റ് ചെയ്തപ്പോൾ മുതൽക്ക് ഇതുപോലെയുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമായി തുടരുന്നു, നിയന്ത്രണാധീനമാണ്, തുടർ ചികിത്സ ആവശ്യമാണ്, സർജറി തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഹാർട്ട് ബീറ്റ് ചെറിയ താളക്രമമുണ്ട്, ബ്ലഡ് ഷുഗർ കൂടുതലാണ്, മൂത്രത്തിൽ ആൽബുമിനുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മൾ ദൈനംദിന അടിസ്ഥാനത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചത് മിക്കവാറും വല്ല പൊതു അവധി അടുത്ത ദിവസം അങ്ങനെ ഉണ്ടാവും എന്ന് പോലും പേടിച്ചു പോയി. പരിയാരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ടീം കൂടാതെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോയ ടീമുണ്ട്, മിക്കവാറും തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം വിമാനത്തിൽ പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അങ്ങനെ സംഭ്രമജനകമായ വാർത്തകൾ കേട്ട് നമ്മളൊക്കെ നടുക്കി തരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു കൾമിനേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഇപ്പോൾ വീണ്ടും വായിച്ച ബുള്ളറ്റിൻ വന്നു. അതുപ്രകാരം മന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് ചില തടസ്സങ്ങളുണ്ട്, സൂക്ഷ്മ നിരീക്ഷണവും പരീക്ഷണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ്. നേരം വെളുത്തപ്പോൾ കേൾക്കുന്നു മന്ത്രി അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കും. കൂട് വിട്ട് കൂടുമാറൽ എന്ന് പറഞ്ഞ വിധി ഉപയോഗിച്ച് അവർ തിരുവനന്തപുരത്തേക്ക് പോന്നിരിക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. മിക്കവാറും തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിൽ അവർ പ്രച്ഛന്ന വേഷധാരിയായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മന്ത്രിക്ക് ഈ കാര്യം നമ്മുടെ സർക്കാർ സംവിധാനം വളരെ വിശ്വാസമാണെങ്കിലും അവർക്ക് വിശ്വാസമുള്ള സ്ഥലത്തോടല്ലോ ചികിത്സ നടത്താനായിട്ട്. അപ്പോൾ ഒന്നുകിൽ പുഷ്പഗിരിയിൽ അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജിൽ ഇവർ അഡ്മിറ്റ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ളൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ.